തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഒരു സ്ഥലമാണ് ശബരിമല. ആ ശബരിമലയിൽ എന്തൊക്കെ ഗൂഢാലോചനകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ളത് എന്ന് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് പുറത്തു വരണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള നിഷ്പക്ഷമായ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട്. അതൊരു കാര്യം. ഈ ഗൂഢാലോചനയെ പറ്റി പറഞ്ഞാൽ, ഈ LDF സർക്കാർ 2016 വന്നതിന് ശേഷം ഈ നമ്മളിവിടെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി വെള്ളത്തിനെ കലക്കുക എന്ന് പറയുമല്ലോ, മീൻ പിടിക്കാൻ വേണ്ടി വെള്ളത്തിനെ കലക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശബരിമലയിൽ നടന്നിട്ടില്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പോൾ അത് വളരെ ബോധപൂർവം ശബരിമലയിൽ ആദ്യകാലത്ത് സ്ത്രീകളെ കയറ്റി എന്നുള്ളൊരു കാര്യം, അത് വളരെ ബലമായിട്ട് പോലീസിനെ ഒക്കെ ഉപയോഗിച്ച് ഒക്കെയാണ് കയറ്റിയത്. അത് ആചാരലംഘനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് വന്നു. അപ്പോൾ അതൊരു കാര്യം. ഈ 2019 അവിടെ വീണ്ടും കുറേ കാര്യങ്ങൾ നടന്നതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ദേവസ്വം ഭരിക്കാനൊരു ദേവസ്വത്തിൻ്റെ ഒരു പ്രസിഡൻ്റുണ്ട്, ദേവസ്വത്തിനൊരു മന്ത്രിയുണ്ട്. എപ്പോഴും ഇതൊക്കെ ഏകോപിപ്പിക്കാനും അതിൻ്റെ മേൽനോട്ടം വഹിക്കാനും ഒക്കെ മുഖ്യമന്ത്രിയുമുണ്ട്. അപ്പോൾ അവർക്ക് നേരിട്ട് വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റില്ല, മന്ത്രിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വലിയ പ്രസംഗിച്ച് നടക്കണമല്ലോ. അതുപോലെ ദേവസ്വം പ്രസിഡൻറ്റും ഒരു രാഷ്ട്രീയ നോമിനി അപ്പോയിൻമെൻ്റ് ആണല്ലോ ഈ ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഭക്തർ അവിടെ കുറേയധികം കാര്യങ്ങൾ അവരുടെ ഭക്തിയുടെ ഭാഗമായിട്ട്, ആചാരത്തിൻ്റെ ഭാഗമായിട്ട്, നേർച്ചയായിട്ടും കാഴ്ചയായിട്ടുമൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ശബരിമലയ്ക്ക് നൽകുന്നുണ്ട്. അത് സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, നാണയങ്ങളുണ്ട്, പണമുണ്ട്, മറ്റ് വിലപിടിപ്പുള്ള രത്നങ്ങളുണ്ടാകാം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അത് ഭക്തരാണ്. അപ്പോൾ ഭക്തർ ഒരു സൈഡിൽ അവർ ശബരിമലയോടുള്ള അയ്യപ്പസ്വാമിയോടുള്ള ഭക്തി കൊണ്ട് കുറേയധികം വിലപിടിപ്പുള്ള സാധനങ്ങൾ ശബരിമലയിൽ നിക്ഷേപിക്കുന്നു, സ്വാമി അയ്യപ്പന് നൽകുന്നു. മറു സൈഡിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും, കാരണം ദേവസ്വം വകുപ്പും ദേവസ്വം മന്ത്രിയും ഉള്ളതുകൊണ്ട്, കൂട്ടുത്തരവാദിത്വം ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും പങ്കുണ്ട്. അതുപോലെ രാഷ്ട്രീയമായിട്ട് നിയമിക്കുന്ന ദേവസ്വം പ്രസിഡൻറ്റുമുണ്ട്. അപ്പോൾ ഇത് രണ്ടിനുമിടയ്ക്കുള്ള ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കണോ തിരിമറി നടത്തുന്നതിനോ ഒക്കെ തീർച്ചയായിട്ടും ഇടനിലക്കാർ വേണം. മിഡിൽമെൻ എന്നതിന് പറയുക, ഇടനിലക്കാർ. അപ്പം തീർച്ചയായിട്ടും ഇടനിലക്കാരുണ്ട്. ആ ഇടനിലക്കാരെ നിയമിച്ചിരിക്കുന്ന ആരാണ്, അല്ലെ അവരെ വളർത്തുന്ന ആരാണ്, അവരെങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഭക്തരല്ല അതിൻ്റെ ഉത്തരവാദികൾ. ഭക്തർ ഭക്തി കൊണ്ട് ശബരിമലയിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നൽകുന്നു. ഈ ശബരിമലയുടെ പേരും പറഞ്ഞ് ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ പല പല നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മോഷണമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ, അത് തീർച്ചയായിട്ടും ശബരിമലയെ നിയന്ത്രിക്കുന്ന ഈ ദേവസ്വം വകുപ്പ് നിയന്ത്രിക്കുന്ന, ശബരിമല അമ്പലത്തിൻ്റെ എല്ലാ നിയന്ത്രണവും ദേവസ്വം വകുപ്പിനാണല്ലോ. അപ്പോൾ ആ വകുപ്പിലുള്ളവരാണ് ഇവരെ വളർത്തുന്നതും അവരെ പരിപോഷിപ്പിക്കുന്നതും അവർ എന്തൊക്കെ ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ ഈ ദേവസ്വം വകുപ്പിൻ്റെ നിയന്ത്രിക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ ഇടനിലക്കാർ തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത കാലത്ത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇടനിലക്കാർ അവിടുത്തെ ടെൻഡറുകളിലുണ്ട്. കാരണം എത്രയോ ടെൻഡറുകളാണ് ശബരിമലയിൽ എല്ലാ വർഷവും അവിടുത്തെ തേങ്ങയുടെ കാര്യത്തിലാണേലും, എടുത്തുകൊണ്ട് പോകുന്നതിനാണെങ്കിലും, അവിടുത്തെ കച്ചവടം നടത്തുന്നതിൻ്റെ സ്ഥലം നൽകുന്നതിനാണെങ്കിലും, അരവണ ശർക്കര അങ്ങോട്ട് വാങ്ങി നൽകുന്നതും അവിടെ വരുന്ന സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നതിനുമൊക്കെ ടെൻഡറുകൾ കുറേയധികമുണ്ട്. അപ്പോൾ ആ ടെൻഡറുകളൊക്കെ തന്നെ സുതാര്യമായിട്ടല്ല പലപ്പോഴും നടക്കുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അടുത്ത കാലത്ത് തന്നെ ഈ വർഷത്തെ അവിടുത്തെ തേങ്ങയും പൂക്കളുടെയും കാര്യത്തിൽ ഒരു ടെൻഡർ പത്രത്തിൽ പരസ്യം കൊടുത്ത് വിളിച്ചു. പക്ഷേ അതിനുശേഷം ഒരു 1-2 ദിവസം നീട്ടിവെച്ചു. ആ നീട്ടിവെച്ചത് പത്രത്തിൽ പരസ്യം കൊടുത്തില്ല. തീർച്ചയായിട്ടും ക്രമക്കേടാണ്. അപ്പോൾ ഈ ഒരു വിജിലൻസ് സംവിധാനവും അങ്ങനത്തെ പല പല സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെയുള്ളൊരു ദേവസ്വം ബോർഡ് ഒരു വിവരവുമില്ലാതെ അങ്ങനെ ഒരു പെശക് പറ്റുന്നതല്ല. ഇത് മുകളിലുള്ളവരുടെ താല്പര്യപ്രകാരം ഏതോ ഇടനിലക്കാരന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നീട്ടിവെച്ചതാണ്. പത്രത്തിൽ പരസ്യം കൊടുത്തില്ല, ആദ്യത്തെ പരസ്യം കൊടുത്തു, നീട്ടിവെക്കുന്ന പരസ്യം കൊടുക്കണമല്ലോ. അതാണല്ലോ ഈ ഒരു ഭരണത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു സാധാരണ ക്ലർക്കിന് വരെ അറിയാവുന്ന കാര്യമാണത്.
അപ്പോൾ പിന്നീടത് കോടതിയിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യർ പിന്നീട് അറിഞ്ഞു. അപ്പോൾ ഇടനിലക്കാരെ ഉപയോഗിച്ച് ശബരിമലയെ കൊള്ളയടിക്കുന്നത് തീർച്ചയായിട്ടും ദേവസ്വം വകുപ്പിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ്. കാരണം അല്ലെങ്കിൽ ഇടനിലക്കാർക്ക് അവിടെ വളരാൻ പറ്റില്ല, ഒരിക്കലും വളരാൻ പറ്റില്ല. കാരണം അത്രമേൽ പോലീസിൻ്റെ ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഒരു ക്രമസമാധാന പാലനത്തിനാണ് പോലീസുള്ളത്. അതുപോലെ ദേവസ്വം ബോർഡിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഇൻറ്റേർണൽ വിജിലൻസ് അവിടെയുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇടനിലക്കാർക്ക് അവിടെ വളരാൻ പറ്റില്ല. അതിന് രാഷ്ട്രീയക്കാരുടെ തണലിലാണ് അവർ വളരുന്നത്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തണലിലാണ് അവർ വളരുന്നത്.